ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനീസ്, ഫിനാൻഷ്യൽ കമ്പനീസ്, ഇന്ത്യൻ നാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മളുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ഉയർത്തി. ആ ഒരു റീസൺ കൊണ്ട്, കൂടാതെ തന്നെ ഫ്രഷ് ബൈയിങ് കണ്ടതുകൊണ്ടും മാർക്കറ്റ് ഇന്നലെ 1 മന്ത് ഹൈയിലാണ് ഉള്ളത്. അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റിലും വലിയ പരിക്കുകളും തന്നെ വന്നില്ല. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഇതിൽ പ്രധാനപ്പെട്ട കമ്പനീസ് നോക്കുകയാണെങ്കിൽ സിയൻറ്റ്, DB കോർപ്പ്, എറ്റേണൽ, ഇന്ത്യൻ ബാങ്ക്, ഇൻഫോസിസ്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ജിയോ ഫിനാൻസ്, JSW ഇൻഫ്ര, കജാരിയ സെറാമിക്, L&T മൈൻട്രിക്, മാസ്റ്റെക്, മെട്രോ ബാൻഡ്, നാഷണൽ സ്റ്റാൻഡേർഡ്, നെസ്ലെ, ഓർബിറ്റ്, PNB ഗ്ലിറ്റ്സ്, പ്രൈം സെക്യൂരിറ്റീസ്, കൂടാതെ സൺടെക് റിയാലിറ്റി, വാരി എനർജി, വിപ്രോ, സീൽ തുടങ്ങിയ IT, മീഡിയ, അങ്ങനെ എല്ലാ കമ്പനീസിൻ്റെ, ഒട്ടുമിക്ക എല്ലാ സെക്ടറിലുള്ള കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. കൂടാതെ ഇന്ന് FNO ബാൻ, സമാൻ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റി വളരെ വലിയ തോതിൽ വോളറ്റിലായിരുന്നു. 3:30 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് 3:30 PM ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റി 74 പോയിൻ്റ് ഇടിഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോൾ ഉള്ള നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ ആ ഒരു സെയിം പരിസരത്ത് തന്നെയാണ് ഉള്ളത്. ഇതാണ് ഗ്ലോബൽ മാർക്കറ്റ്. ഏറ്റവും താഴെ US വിക്സ് സ്റ്റേബിളാണ്. നാസ്ഡാക്ക് 148 പോയിൻറ്റും ഡോ 17 പോയിൻറ്റിൻ്റെയും വ്യത്യാസം ഉണ്ടായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റിൽ CAC 40, ഫ്രാൻസ് മാർക്കറ്റ് മാത്രം 157 പോയിൻറ്റ് പ്ലസ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ കാണാം. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം പോസിറ്റീവാണ്. ഗോൾഡ് ഇന്നും $11 ഉയർന്നു. ബിറ്റ്കോയിനിൽ ഏകദേശം $2,600 ഇടിവുണ്ടായിട്ടുണ്ട്. ഇതാണ് ഈ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഒട്ടുമിക്ക കമ്പനീസും പോസിറ്റീവാണ്. ഇതിൽ പ്രധാനമായിട്ടും HDFC ബാങ്ക് ADRൽ 2.5% റാലി ഉണ്ടായിരുന്നു. റിലയൻസും 1% റാലി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളിലെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആക്സിസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 26% ഫോള്. HDFC ലൈഫ് നെറ്റ് പ്രോഫിറ്റ് 3.2% ഇയർ ഉയർന്നു. KE ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 31% ഉയർന്നു. BEL കമ്പനിക്ക് 592 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഡെൽറ്റ കോർപ്പ് കമ്പനി കാസിനോ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 7% ഇടിവുണ്ടാക്കി. L&T ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 6% ഇയർ ഉയർന്ന് 735 കോടി രൂപ കരസ്ഥമാക്കി. ഏഞ്ചൽ വൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 50% ഇയർ കുറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ റവന്യൂം 20% കുറവ് രേഖപ്പെടുത്തി. ഒബ്രോയ് റിയാലിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 29% വർദ്ധിച്ചു. ജ്യോതി സ്ട്രക്ചർ കമ്പനി ഇവർ തുർക്കിയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ ലഭിച്ചു. 288 കോടി രൂപയുടെ ഓർഡർ. കീനസ് ടെക്നോളജി കമ്പനി ഇവർ മൾട്ടി ചിപ്പ് മൊഡ്യൂൾ ഉണ്ടാക്കാനായിട്ട് ഇവർ മിസ്റ്റു എന്ന കമ്പനിയായിട്ട് കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. MRPL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 640 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 270 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയായിരുന്നു. മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസ് കമ്പനി ഇവർ 2 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. വൈകിട്ട് നമുക്ക് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് എത്താൻ. എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.